ഹിന്ദുത്വ വർഗീയ അജണ്ട സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വരുന്നതല്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ജനാധിപത്യപരമായ രീതിയിൽ ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോഴീ ഭരണഘടന പറ്റില്ല. ഈ ഭരണഘടനയെ മാറ്റണം. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം. അപ്പോൾ നമ്മുടെ കൊടി എന്തായിരിക്കണം? അത് ആ കാവി കൊടിയായിരിക്കണം. കൊടി വ്യത്യാസമാവണം. ഒറ്റ കൊടിയായിരിക്കണം. ഒരു രാജ്യം, ഒരു പേര്, ഒരു മതം, ഒരു ഭാഷ, എല്ലാം ഒന്നാം. എന്താ ഒന്നിനോടുള്ള സ്നേഹം എന്നറിയോ? ഇവിടെ ബഹുസുരത. എല്ലാം ഒന്നാവണം എന്നാണ്. അപ്പോൾ എല്ലാം ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏക സിവിൽ കോഡ്. അതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്കെല്ലാം അറിയുന്ന പൗരത്വ ഭേദഗതി നിയമം. ഇതെല്ലാം ഒരു കൈവഴികളാണ്, ഓരോരോ കൈവഴികളാണ്. ഈ രാജ്യത്തിൻ്റെ ബഹുസുരതയെ തകർത്തുകൊണ്ട് ഫാസിസ്റ്റ് രീതിയിലുള്ള ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയം എത്തിച്ചേരുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ നടത്തുക. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭരണഘടനാ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന് അങ്ങനെയാണ് പറയുക, പാർലമെൻ്ററി വ്യവസ്ഥ അങ്ങനെയാണ്. ഭരണകൂട സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ്, സ്വതന്ത്രമാണെന്നാണ് നമ്മൾ പറയുക. പാർലമെൻ്ററി ഇപ്പോൾ പാർലമെൻ്ററി സംവിധാനം എന്താണ്? ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അജണ്ടയും പോലും വെക്കാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരുന്ന സംസ്ഥാനത്തെ ഒരു കടലാസ് കീശയിൽ നിന്ന് എടുത്തിട്ട് ഞാനിനി ഈ ഇന്ത്യയെ രണ്ട് സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനത്തെ രണ്ട് ഭാഗമാക്കുകയാണ്, രണ്ട് കേന്ദ്രീകൃത ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ള രണ്ട് ഭാഗമാണ്. സംസ്ഥാനം ഇനി വേണ്ട, ജമ്മു ആൻഡ് കാശ്മീർ, അതിനാ ലഡാക്കും അതുപോലെ തന്നെ ജമ്മുവാക്കിയിട്ട് മാറ്റുകയാണ്, കാശ്മീരുമാക്കി മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറം പിന്നെ സബ്ജക്റ്റ് കമ്മിറ്റി ഇല്ല, എവിടെയെങ്കിലും ചർച്ചയില്ല, ഫലപ്രദമായിട്ടൊരു ഇടപെടലില്ല, എം പിമാർക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല. ആ തലത്തിൽ പാർലമെൻ്ററി വ്യവസ്ഥ തന്നെ വലിയ രീതിയിൽ പരിഹാസ്യമാക്കപ്പെട്ട ഒരു സാഹചര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ച് തന്നെയാണ് നിയമനിർമ്മാണം നടക്കുമ്പോൾ ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ട സാഹചര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ആ ആവശ്യം ഉന്നയിച്ച മുഴുവൻ എണ്ണത്തെയും 148 എണ്ണത്തിനെയും പുറത്താക്കി. എന്ത് പാർലമെൻ്ററി ജനാധിപത്യ? ഏത് പാർലമെൻ്ററി ജനാധിപത്യത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 148 എണ്ണത്തിനെയും പുറത്താക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിയമം നിർമ്മിക്കും. അങ്ങനെ നിയമം നിർമ്മിച്ചു. ആര് ചർച്ച ചെയ്തിരിക്കുന്നത്? എത്ര പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾച്ചേർന്നിട്ടുള്ള ചർച്ച നടന്നത്? ഒരു ചർച്ചയും നടന്നിട്ടില്ല. പക്ഷേ നിയമം പാസ്സായി. പരിഹാസ്യമായ പാർലമെൻ്ററി സംവിധാനമാണ് രൂപപ്പെട്ടത്. ഇപ്പോൾ പാർലമെൻ്ററി വ്യവസ്ഥ ഇങ്ങനെ. ഇനി ഭരണകൂട സ്ഥാപനങ്ങളായിട്ട് കാണുന്ന ED, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ട് ED പ്രയോഗിക്കും. ED ഒരു പ്രയോഗമായിപ്പോൾ. അത് കാലം മാറിയിട്ട് BJP ആയാൽ പിന്നെ ആ പ്രയോഗമില്ല, അതപ്പം നിൽക്കും. എന്തൊരു അത്ഭുതകരമായ രീതിയാണ്. ഒരേ വ്യക്തി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ED, ഞാനിപ്പോൾ ഇനി BJP തന്നെയാണ്. ആ BJP ആണെങ്കിൽ ED ഇല്ല. ഇത് എന്ത് ഭരണഘടനാ സ്ഥാപനമാണ്? ഏത് ഭരണഘടനാ സ്ഥാപനത്തെ പറ്റിയാണ് പറയുന്നത്? CBI, ഇതേപോലെ തന്നെ NIA ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും, ഇലക്ഷൻ കമ്മീഷൻ, കോടതിയിലേക്ക് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമനുസരിച്ച ജഡ്ജിമാർ വേണം എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയാൻ സാധിച്ച നിയമവകുപ്പ് മന്ത്രിയുടെ രാജ്യമാണ് ഇന്ത്യ. കോളേജിയം സാധാരണ നമ്മൾ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് കൊളീജിയം സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കൊളീജിയം സംവിധാനം എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരാണ്. അത് ജനാധിപത്യപരമായ രീതിയിൽ പരിഷ്കരിക്കണം. അത് കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ പരിഷ്കരണം ജനാധിപത്യപരമാവണ്ടേ? ഇവിടെ ആഭ്യന്തരം തീരുമാനിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജഡ്ജിമാർ വേണം എന്ന് സുപ്രീം കോടതിയോട് ആജ്ഞാപിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുകയാണ്. ഈ ഭരണകൂട വ്യവസ്ഥ നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ. പിന്നെ എന്ത് കോടതിയെ സംബന്ധിച്ചാൽ പറയുക? ഏത് ജഡ്ജിയെ സംബന്ധിച്ചാൽ പറയുക? എത്ര കാലമാണ് ഈ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക? ഈ പശ്ചാത്തലത്തിൽ സാധിക്കില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവണതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.